സംബഡി വാണ്ട് ടു സേ സംതിങ് ടു സംവൺ. ഈ സിനിമയ്ക്ക് പ്രേക്ഷകരായ നിങ്ങളോട് എന്തോന്ന് പങ്കുവയ്ക്കാനുണ്ട്. 2000 പുറത്തിറങ്ങിയ ദേവദൂതൻ ഫിലിം നീണ്ട 24 വർഷങ്ങൾക്ക് ശേഷം വീണ്ടും റിലീസ് ചെയ്യുകയാണ്. രഘുനാഥ് പാലേരി തിരക്കഥ രചിച്ച് വിദ്യാസാഗർ സംഗീതം നൽകിയ സിബി മലയിൽ സംവിധാനം ചെയ്തുള്ള മികച്ച മലയാള ക്ലാസിക് സിനിമയാണ് ദേവദൂതൻ. ഈ സിനിമ സാമ്പത്തിക വിജയം നേടാതെ പരാജയപ്പെട്ടു. ഈ സിനിമ ആഗ്രഹിച്ച പ്രേക്ഷകരെ ലഭിച്ചില്ല എന്ന് വേണം പറയാൻ. പിന്നീട് ഈ ഫിലിം മിനി സ്ക്രീനിൽ കണ്ട് കൂടുതൽ പ്രേക്ഷക ശ്രദ്ധ നേടി. ഇതിലെ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ആയാലും സംഗീതമായാലും ഒന്നിനൊന്ന് മെച്ചപ്പെട്ടതായിരുന്നു കേട്ടോ. ആക്ടേഴ്സിൻ്റെ കാര്യം എടുത്ത് നോക്കാൻ വെച്ചാൽ മോഹൻലാൽ അടക്കമുള്ള എല്ലാ ആക്ടേഴ്സും മികച്ച അഭിനയമാണ് കേട്ടോ കാഴ്ചവെച്ചിട്ടുള്ളത്. 24 വർഷങ്ങൾക്ക് ഇപ്പുറം ഈ സിനിമ വീണ്ടും റിലീസ് ചെയ്തപ്പോൾ എന്നെ അമ്പരപ്പിച്ചൊരു കാര്യം, എല്ലാ ജനറേഷനിൽപ്പെട്ട പ്രേക്ഷകരും ഈ സിനിമ കാണാൻ എത്തി എന്നുള്ളതാണ്. ഞാൻ വളരെ ലാഘവത്തോട് കൂടിയിട്ട് വീടിനടുത്തുള്ള ഒരു തിയേറ്ററിലേക്കാണ് പോയിരുന്നത്. കാരണം വലിയ അധികം ആളുകളൊന്നും ഉണ്ടാവില്ല, ഇങ്ങനത്തെ ഒരു ക്ലാസിക് സിനിമയല്ലേ എന്ന് വിചാരിച്ചിട്ട്. പക്ഷേ എന്നെ ശരിക്കും പറഞ്ഞ് ഞെട്ടിച്ചു എന്ന് വേണമെങ്കിൽ പറയാം. കാരണം ആ തിയേറ്ററിൽ അവിടെ 3 ഷോ ഉണ്ടായിരുന്നത് ആ തിയേറ്ററിലാണ്. അപ്പോൾ 7 മണി 7:30 ഷോ ആണ് ഞാൻ ബുക്ക് ചെയ്യാൻ വേണ്ടി ചെന്നത്. അപ്പോൾ സീറ്റിൻ്റെ പൊസിഷൻ നോക്കിയപ്പോൾ വളരെ കുറച്ച് സീറ്റുകൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. 1-2 ഷോ മാത്രം കളിച്ചിരുന്ന തിയേറ്ററുകളിൽ പോലും ഇപ്പോൾ മറ്റു സിനിമകളെല്ലാം മാറ്റി നിർത്തിക്കൊണ്ട് 3 ഷോയ്ക്കും എത്തി നിൽക്കുകയാണ് നമ്മുടെ ഈ ദേവദൂതൻ ഫിലിം. ഇതൊരു തരത്തിലുള്ള വിജയം തന്നെയാണ്. എത്ര പ്രാക്ടീസ് ചെയ്താലും എത്ര ഹാർഡ് വർക്ക് ചെയ്താലും റിസൾട്ട് കിട്ടാതെ തോറ്റു പോകുന്ന സന്ദർഭങ്ങളുണ്ട്. അത് ജീവിതത്തിലായാലും സിനിമയിലായാലും ഒക്കെ അങ്ങനെ തന്നെയാണ്. അപ്പോൾ ഈ ദേവദൂതൻ്റെ കാര്യം എടുക്കാൻ വെച്ചാൽ അന്ന് 2000 ഇറങ്ങിയപ്പോൾ ഇതിനൊരു പ്രേക്ഷക ശ്രദ്ധ കിട്ടിയില്ല, അല്ലെങ്കിൽ ഇത് അത്രമാത്രം ആൾക്കാർ ഉൾക്കൊണ്ടില്ല എന്ന് വേണമെങ്കിൽ പറയാം. അത് ഈ 24ലേക്ക് എത്തി നിൽക്കുമ്പോൾ ഇതിനിപ്പോൾ പ്രേക്ഷകരാവുന്നത് വീണ്ടും അതൊരു ബിഗ് സ്ക്രീനിൽ വരികയാണ്. അതിപ്പോൾ നിറഞ്ഞു പാടിക്കൊണ്ടിരിക്കുക. എല്ലാ തലമുറയിലുള്ള ആളുകളും ഇപ്പോൾ അത് ഏറ്റെടുത്ത് അതിങ്ങനെ ഹൗസ്ഫുള്ളായിട്ട് തന്നെ ഓടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതൊരു വിജയം തന്നെയാണ്. അപ്പോൾ അത് കാലത്തിൻ്റെ ഒരു കാവ്യനീതി എന്ന് വേണമെങ്കിൽ പറയാം നമുക്ക്. ഇപ്പോൾ ഈ സിനിമയിലേക്ക് വരാന്ന് വെച്ചാൽ കുറച്ചും കൂടി ഷോർട്ടാക്കിയിട്ടുണ്ട്, കുറച്ച് ഭാഗങ്ങളൊക്കെ കട്ട് ചെയ്ത് ഒന്നും കൂടിയും പടം സെറ്റാക്കിയെന്ന് വേണമെങ്കിൽ പറയാം. കൂടുതൽ ലാഗൊന്നും ഇല്ലാതെ നമുക്ക് ഒട്ടും ബോറടിക്കാതെയാണ്. പഴയതിൽ കുറച്ച് ലാഗ് ഉണ്ട് എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. അപ്പോൾ ഇതിൽ ഒരു വിഷമകരമായ കാര്യം എന്ന് പറഞ്ഞാൽ ജഗതി ചേട്ടൻ്റെ കുറേ ഭാഗങ്ങളൊന്നും ഇതിൽ കാണാൻ പറ്റില്ല. കുറച്ച് കോമഡി ഭാഗങ്ങളൊക്കെ ഉണ്ടായിരുന്നില്ല, അതൊന്നും ഇതിലില്ല. പിന്നെ മറ്റു ചില ഭാഗങ്ങളൊക്കെയും വേണ്ടാത്തൊക്കെയും കട്ട് ചെയ്ത് പോയിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നത്. ഇപ്പോൾ ആവശ്യമുള്ളത് തന്നെയാണല്ലോ. പിന്നെ 4K ഇതൊക്കെ കളറിങ്ങൊക്കെ കൊടുത്ത് അത് ശരിക്കൊരു തിയേറ്റർ അനുഭവമാക്കി മാറ്റാൻ തക്കവണ്ണത്തിലുള്ള എല്ലാ കാര്യങ്ങളും അതിൽ ചെയ്തിട്ടുണ്ട്. പിന്നെ വിദ്യാസാഗറിൻ്റെ സംഗീതം. ഇനിയും ഇതുപോലെ ബിഗ് സ്ക്രീനിൽ കാണാൻ കഴിയാതെ പോയ പടങ്ങൾ അല്ലെങ്കിൽ പരാജയപ്പെട്ടു പോയ ചില പടങ്ങളൊക്കെ ഉണ്ട്, നമുക്ക് വീണ്ടും കാണണം എന്ന് ആഗ്രഹമുള്ളത്. അങ്ങനത്തെ പടങ്ങൾ ഇനിയും വരട്ടെ എന്നാണ് ഞാൻ പറയുന്നത്. അപ്പോൾ എനിക്ക് എൻ്റെ ബക്കറ്റ് ലിസ്റ്റിൽ കുറച്ച് പടങ്ങളുണ്ട്. തൂവാനത്തുമ്പികളൊക്കെയും പത്മരാജ സാറ് സംവിധാനം ചെയ്ത തൂവാനത്തുമ്പികൾ അതൊക്കെ വീണ്ടും വരാണെങ്കിൽ അന്നത് ഇതേപോലെ തന്നെ തോറ്റുപോയ പടം എന്ന് പറഞ്ഞത്. അതുപോലെ ഗപ്പി, ഇപ്പോൾ ന്യൂ ജനറേഷൻ പടങ്ങളിലേക്ക് വരാൻ വെച്ചാൽ ഗപ്പി എന്ന് പറഞ്ഞൊരു പടം പേര് കൊണ്ട് ഇതുകൊണ്ടൊക്കെയും അന്ന് കാണാൻ വിട്ടുപോയൊരു പടമാണ്. പക്ഷേ പിന്നീട് എനിക്ക് അത് വീണ്ടും തിയേറ്ററിൽ കാണണമെന്ന് വളരെയധികം ആഗ്രഹം ഉണ്ടായിരുന്നു. അതുപോലെ തന്നെയാണ് മമ്മൂക്കയുടെ ബിഗ് ബി, ഒരു ആക്ഷൻ സിനിമ തന്നെയായിരുന്നു. പക്ഷെ അന്ന് ആളുകൾ അത്ര കണ്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. ഒരു സ്ലോ മോഷൻ അമൽ നീരദ് പടം എന്നുള്ള രീതിയിൽ ആൾക്കാർ കണ്ടു തുടങ്ങാത്തൊരു സമയമായിരുന്നു. പക്ഷെ ഇനി അത് വീണ്ടും കാണാനൊരാഗ്രഹം ബിഗ് സ്ക്രീനിൽ. അതേപോലെ തന്നെ ഇപ്പോൾ ലൂക്കാ ചുപ്പി എന്ന് പറഞ്ഞിട്ടൊരു പടമുണ്ട്, ജയസൂര്യയും മുരളി ഗോപിക്ക് അഭിനയിച്ചിട്ടുള്ള നല്ലൊരു പടമാണ്. അതെനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടതാണ്. പിന്നെ ഇപ്പോൾ ഈ അടുത്തിറങ്ങിയുള്ള ഓ ബേബി എന്ന് പറഞ്ഞിട്ടൊരു ഫിലിം ഉണ്ട് കേട്ടോ. അതും എനിക്ക് മിസ്സായി പോയി, ബിഗ് സ്ക്രീനിൽ കാണാൻ കഴിഞ്ഞില്ല. പിന്നെ അങ്ങനെ ഒരു അവസരം കിട്ടാൻ വെച്ചാൽ വീണ്ടും ഈ പടങ്ങളൊക്കെ വന്നു കഴിഞ്ഞാൽ ഞാൻ കാണുന്നു. അപ്പോൾ നിങ്ങൾ ഈ ദേവദൂതൻ മിസ്സാകണ്ട, ഒരു മിസ്റ്ററിക്കൽ ഹൊറർ ത്രില്ലർ സിനിമയാണ്. അപ്പോൾ ഇനി കാണാൻ ബാക്കി ആരെങ്കിലൊക്കെ ഉണ്ടെങ്കിൽ ഇനി വേണമെങ്കിൽ കുറച്ച് ദിവസമൊക്കെ ഉണ്ടാവുള്ളൂ, എല്ലാവരും പോവുക കാണാം. അപ്പോൾ ഇത്രയും തന്നെയുള്ള വീഡിയോ.